മഴ മാറി നിന്നതോടെ ചാലക്കുടി മേഖലയിൽ കയറിയ മഴവെള്ളം ഇറങ്ങിത്തുടങ്ങി. റോഡുകൾ സഞ്ചാരയോഗ്യമായി. പല ഭാഗത്തും ഗതാഗതം സാധാരണഗതിയിലായി. കാടുകുറ്റി പഞ്ചായത്തിലെ ചാത്തൻചാൽ ഭാഗത്തെ റോഡിൽ മാത്രമാണ് ഇപ്പോഴും വെള്ളക്കെട്ടുള്ളത്. നിലവിൽ 21 ക്യാമ്പുകൾ താലൂക്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ മാത്രം 15 ക്യാമ്പുകളുണ്ട്. എല്ലാ ക്യാമ്പുകളിലും മരുന്ന്, വൈദ്യപരിശോധന, ഭക്ഷണം എന്നിവയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മഴ മാറി നിന്നതോടെ ചാലക്കുടി പുഴയിലെ ജലവിധാനവും താഴ്ന്നു. ചൊവ്വാഴ്ച 8.30 മീറ്റർ വരെ ഉയർന്ന വെള്ളം ഇപ്പോൾ 4.89 മീറ്ററായി താഴ്ന്നു. വൃഷ്ടിപ്രദേശത്ത് നീരൊഴുക്ക് കുറഞ്ഞതിനെ തുടർന്ന് പെരിങ്ങൽകുത്ത് ഡാമിന്റെ 2 ഷട്ടറുകൾ മാത്രമാണ് തുറന്നിരിക്കുന്നത്. പുഴയിലേക്ക് ഇറങ്ങുന്നത് അടക്കമുള്ള പ്രവൃത്തികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷതയിൽ ചാലക്കുടി താലൂക്ക് ഓഫീസിൽ അവലോകന യോഗം നടന്നു. അപകട സാധ്യതയുള്ള മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റുക, വെള്ളം കയറിയ വീടുകളിൽ അണുനശീകരണം നടത്തുക, കൃഷിനാശം സംബന്ധിച്ച് വിവരശേഖരണം നടത്തി കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാനും MLA ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഡാമിലെ ജലനിരപ്പ് താഴ്ത്തുന്നതിനായി നിയന്ത്രിത അളവിൽ വെള്ളം തുറന്നുവിടുമെന്നും കേരള ഷോളയാറിൽ നിലവിൽ 72% വെള്ളവും പറമ്പിക്കുളം ഡാമിൽ 80% വെള്ളമുള്ളതായും ഡാം സേഫ്റ്റി ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. കളക്ടറുടെ നിർദ്ദേശപ്രകാരം അതിരപ്പിള്ളി, വാഴച്ചാൽ വിനോദസഞ്ചാര മേഖലകൾ അടച്ചിട്ടിരിക്കുകയാണെന്നും വാഴച്ചാൽ മലക്കപ്പാറ പാതയിൽ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവധിയിൽ പ്രവേശിച്ച ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകി. അടിച്ചിൽ തൊട്ടിയിൽ റോഡിലേക്ക് വീണ പാറ നീക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. മീഡിയ ടൈം, മാള.